ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരട്ടെ. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ട്രയാങ്കിൾ ഇത് എന്താണെന്ന് അറിയാമോ? ഇത് മലയാളി ജീവിതത്തിന്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി ജീവിതം പതുക്കെ തുടങ്ങുന്നു. ഉള്ളില് ആഗ്രഹങ്ങളും ധാരാളം ആശകളുമായിട്ട് ആരോഹണം, ഇങ്ങനെ മുകളിലോട്ട് നമ്മൾ പോകുന്നു. 40-50 വയസ്സാകുമ്പോൾ കഴിഞ്ഞു കേട്ടോ, മുന്നിലോട്ടുള്ള കുതിപ്പ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ചിന്തിക്കുക, ഇനി ആഗ്രഹങ്ങൾ എന്തായിട്ട് എന്താണ്, ആശിച്ചിട്ട് എന്താണ്, നമ്മുടെ സമയം കഴിഞ്ഞു തുടങ്ങിയില്ലേ, 40-50 ആവും, 50-60 ആവും, 60-70 ആകും, അങ്ങനെ പോവുകയുള്ളൂ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കൂടുതലൊന്നും ആലോചിക്കേണ്ട, ഉള്ളതിൽ മുഴുകി സെറ്റിൽഡ് ആയിട്ട് ജീവിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നാറാണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടുന്നത് പോലെ ഉരുട്ടി മുകളിലോട്ട് എത്തുന്ന പോയിന്റാണ് മലയാളിയുടെ 40-50. അവിടെ നിന്ന് അങ്ങോട്ട് താഴെയാണ്. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ചുരുക്കി പറഞ്ഞാൽ 40കളും 50കളുമാണ് നമ്മൾ മിക്ക മലയാളികളുടെയും ഉള്ള ആശകൾ മരിച്ചു മരവിക്കുന്നതും ഇനിയുള്ള ആശകൾ മുളക്കാതിരിക്കുന്നതുമായ സമയം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഹൗ റോങ് വി ഓൾ ആർ എന്നാണ്. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം എൻ്റെ ഗ്രാമം വിട്ട് നഗരങ്ങളിലാണ് ഞാൻ ചിലവഴിച്ചത്. അതിന്റെ കാരണം എൻ്റെ ചുറ്റുമുള്ളവർക്ക് മനസ്സിലാകാത്ത എന്തോ ഒന്ന് എൻ്റെ ഉള്ളിലും എനിക്ക് മനസ്സിലാകാത്ത എന്തോ ഒന്ന് അവരിലും ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നഗരങ്ങൾ എനിക്ക് ധാരാളം സുഹൃത്തുക്കളെയും ഉള്ളിലെ ആഗ്രഹങ്ങൾ വെറും മലർപ്പൊടിക്കാരന്റെ വൃഥ ആഗ്രഹങ്ങളല്ല എന്നും കാണിച്ചു തന്നു. അത്തരം മലർപ്പൊടി സ്വപ്നങ്ങളുള്ളിൽ ധാരാളം ഉണ്ടായിരുന്നു താനും. ഒറ്റ കാര്യം ഒഴികെ, പണം ഉണ്ടാക്കണം, സമ്പാദിച്ച് വലിയ ബാങ്ക് ബാലൻസ് വേണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഒഴികെ. കൊറോണയ്ക്ക് നാട്ടിൽ വരുമ്പോൾ ഉള്ളിൽ യാതൊരു ആഗ്രഹങ്ങളുമില്ല. ആവശ്യത്തിന് സ്ഥലങ്ങൾ കണ്ടു, രാജ്യങ്ങൾ കണ്ടു, ഇനി പോകേണ്ട ആവശ്യമില്ല. ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം വാങ്ങിച്ചിട്ടു. ഇതിനപ്പുറത്തേക്ക് ഇനി കൊച്ചൂർ വാങ്ങണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ധാരാളം നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നാട്ടിൽ വന്നിട്ട് ആലോചിച്ചപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. സമയം വൈകും മുമ്പ് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുക, സമ്പാദ്യം ഉണ്ടാക്കുക എന്ന ആ ഒരു പണി മാത്രം ഞാൻ ചെയ്തിട്ടില്ല. വലിയ ബംഗ്ലാവ് ഒന്നും ഉണ്ടാക്കിയില്ല, കാറ് വാങ്ങിയില്ല, മുറ്റത്ത് ലോൺ ഉണ്ടാക്കിയില്ല, അങ്ങനെയുള്ള യാതൊന്നും ചെയ്തില്ല. ടു ബി ഓണസ്റ്റ്, ബാങ്ക് ബാലൻസ് എന്നുള്ളതിനോട് എനിക്ക് അത്ര ഭ്രമവും ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലൂടെ കോടികൾ ഒഴുകിപ്പോയി. അതിൽ കുറെ ഞാനും കുറെ കുടുംബമായിട്ടും ചിലവഴിച്ചു. നല്ല പൈസ മറ്റുള്ളവർ പറ്റിച്ചുകൊണ്ടുപോയി. നാട്ടിൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി ബാങ്ക് ബാലൻസിന്റെ പുറത്ത് അടയിരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കയ്യിലുള്ളതിന്റെ 1% മാത്രം മറ്റുള്ളവർക്ക് കൊടുത്ത് ബാക്കിയുള്ളതിന് നേരെ കണ്ണടക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. സ്വന്തം കാര്യവും ചുറ്റുമുള്ളവരുടെ കാര്യവും നടത്താനുള്ള ഒരു ഉപകരണം മാത്രമായിട്ടാണ് ഞാൻ പണത്തെ കണ്ടിരുന്നത്. ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് വരുന്ന അരക്ഷിതാവസ്ഥയും എനിക്ക് ഒട്ടും തോന്നിയില്ല. എങ്ങനെയെങ്കിലും പിഴച്ചു പോകും, എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ടാണ് പല കാരണങ്ങളായിട്ട് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്, ഐ നീഡ് ടു ഹാവ് സം സേവിങ്സ്, സം മണി ഇൻ മൈ ബാങ്ക്. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉള്ളിൽ വന്നപ്പോഴാണ് ഞാൻ 100 കോടി രൂപ ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തത്. അത് 1 മില്യണിൽ കൂടുതൽ ആളുകൾ കണ്ടിരുന്നു. പലരും എന്നെ കളിയാക്കിയിട്ടൊക്കെയാണ്. ബട്ട് സ്റ്റിൽ ലൈക്ക് ദിസ് ഈസ് മൈ ലേറ്റസ്റ്റ് ഡ്രീം. പുതിയ ഗോൾ അതാണ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, സ്വപ്നങ്ങൾ മരിച്ചു മരവിക്കേണ്ട പ്രായത്തിലാണല്ലോ ഞാനിപ്പോ, പിന്നെ എങ്ങനെ അത് പോസിബിൾ ആക്കിയിട്ട് എന്താണ് കാര്യം എന്നുള്ളത്. എൻ്റെ വയസ്സെത്രയെന്ന് ഞാൻ ആരോടും പറയില്ല. പക്ഷേ 40-50 ഒക്കെ ആകുമ്പോൾ നമ്മൾ മലയാളികൾക്ക് പറ്റുന്ന ഒരു ആന്തരിക മാറ്റം. ടു ബി ഓണസ്റ്റ്, 50 എന്നത് നേരത്തെ പറഞ്ഞതുപോലെ നാറാണത്ത് ഭ്രാന്തന്റെ മലയുടെ ഉച്ചിയാണെന്നാണ് തോന്നിയിട്ടുള്ളത്. അതുവരെ ജീവിതമാകുന്ന ആശകളുടെ കല്ലുകളെ ഉരുട്ടിക്കയറ്റും നാം മലയാളികൾ. ഭാഗ്യം ഭാഗധേയം നാളെ മാറി മറിയും എന്ന ചിന്തയുമായി 40കളാകുമ്പോൾ മലയുടെ അഗ്രം കണ്ടു തുടങ്ങുമ്പോൾ ശരീരത്തിനെയും മനസ്സിനെയും വല്ലാത്ത ഒരു ആലസ്യം പിടികൂടും. അല്പം കൂടി കയറിയാൽ ഇനി ഇറക്കമേയുള്ളൂ, ഇനി കയറ്റമില്ല. 50ഓടെ ഉച്ചസ്ഥായിലെത്തി. അയ്യോ, ഇനി ഇറക്കം മാത്രമേ ഉള്ളൂ. ആ ചിന്തയാണ്. ഐ എം നോട്ട് കിഡിങ്. നഗരത്തിന്റെ ആഘോഷങ്ങളായ വീക്കെൻഡ് പാർട്ടിയും വൈൻ കുടിക്കലും സുഹൃത്തുക്കളും ഒത്തിരുന്നുള്ള സംസാരവും ചർച്ചകളും പ്രൊഡക്ടിവിറ്റിയും അതെല്ലാം കഴിഞ്ഞ് കേരളത്തിലെ ഗ്രാമത്തിലിരുന്ന് ആ കള്ളിമുണ്ണിന്റെയും നരച്ച താടിയുടെയും ഷേവ് ചെയ്യാത്ത മുഖത്തിന്റെയും ആലസ്യത്തിലും കംഫർട്ട് ലെവലിലും മുഴുകിയിരിക്കുമ്പോൾ ചുറ്റുമുള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെയൊക്കെ സഞ്ചരിക്കുന്നുവോ അവിടെയുള്ള പലരിലും ഞാൻ കാണുന്ന ഒരു സവിശേഷതയാണ്, 40 ആയില്ലേ, 50 ആയില്ലേ, ഇനി നമ്മൾക്ക് നമ്മുടെ കംഫർട്ട് ലെവലിൽ ഒതുങ്ങിക്കൂടാമെന്നുള്ളത്. ഇനി നമുക്ക് കയ്യിൽ നിന്ന് വിട്ടുപോയ പ്രായത്തെ പറ്റിയും ഇല്ലാത്ത പണത്തെ പറ്റിയും ലൈംഗിക ദാരിദ്ര്യങ്ങളെ പറ്റിയും ഭാര്യമാരെ പറ്റിയും തമാശകൾ പറഞ്ഞ് ചിരിച്ചിരിക്കാം. വേറെ എന്തിനാണ് മൂല്യം, എന്തിൻ്റെയാണ് ആവശ്യം?
5 സ്റ്റാർ ഹോട്ടലുകളിൽ ടൂറുകൾ ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ, പുതിയ ഹിറ്റ് സിനിമ പിടിക്കുന്നവർ പിടിക്കട്ടെ, ലോകം ചുറ്റുന്നവർ ചുറ്റട്ടെ, പുതിയ ബിസിനസ് തുടങ്ങുന്നവർ തുടങ്ങട്ടെ. നമുക്കിവിടെ അവയെയെല്ലാം നിസ്സാരവൽക്കരിച്ചിരിക്കാം. കാരണം ഒന്ന് മാത്രം, 40കളായില്ല, ഇനി 50 ആവില്ല, 55 ആവില്ല, 60 ആവില്ല. ഇനി ആരെ കാണിക്കാനാണ് ജിമ്മിൽ പോകുന്നത്? കുടവയറിനെ പരസ്പരം തമാശയാക്കി ഇരുന്നാൽ പോരെ. സോ മമ്മൂട്ടി 75-ാം വയസ്സിലും താടിയൊക്കെ കറുപ്പിച്ച് പുതിയ ഫാഷൻ ഡ്രസ്സൊക്കെ ഇട്ടും കയറ്റി വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആലോചിക്കുക, അദ്ദേഹത്തിന് ഇനി എത്ര കാലം ഉണ്ട് ഇതൊക്കെ കാണിക്കാനാണ്, ഇനി ഇതൊക്കെ കാണിച്ചിട്ട് എന്താ കാര്യമെന്നാണ്. മുന്നോട്ട് നോക്കാൻ മറ്റൊരു യുവത്വമില്ലല്ലോ. അതുപോലെ തന്നെ ചിന്തിക്കും നമ്മൾ, പുതിയൊരു ബിസിനസ് തുടങ്ങിയിട്ട് എന്താ, അതിന്റെ ഫലം ആസ്വദിക്കാനാകുമ്പോഴേക്കും നമ്മുടെ കാലം കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി കുട്ടികൾ ഉണ്ടാക്കട്ടെ. അധികം പണം ഉണ്ടാക്കിയിട്ട് എന്താ, ആസ്വദിക്കാൻ ഇനി യുവത്വമുണ്ടോ? വെൽ, മമ്മൂട്ടിയോട് പോയി ഈ ചോദ്യം ചോദിച്ചു നോക്കുക. ആൻസർ വിൽ ബി ഡിഫറെന്റ്. യൂസഫ് അലി, അമിതാഭ് ബച്ചൻ, ജോയ് ആലുക്കാസ് പ്രായം കൂസാതെ ഇന്നും സംരംഭങ്ങളും ആശകളും സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകുന്നവരോട് ചോദിച്ചു നോക്കൂ. അവരുടെ ശരീരത്തിനേ പ്രായമായിട്ടുണ്ടാകൂ, മനസ്സിലെ സ്വപ്നങ്ങൾ ഇപ്പോഴും ജ്വലിക്കുന്നുണ്ടാകും. ആക്ച്വലി ദർ ഈസ് നോ എക്സ്പയറി ഡേറ്റ് ഫോർ ഡ്രീംസ്. സ്വപ്നങ്ങളുടെ അവസാനം നമ്മുടെ ഭൂമിയിലെ അവസാന ദിവസമാണ്. സ്വാഭാവികമായോ സ്വയം അവസാനിപ്പിച്ചോ ജീവിതം തീരുന്നതുവരെ നമ്മുടെ ഉള്ളിൽ സ്വപ്നങ്ങൾ ഉണ്ടാകണം. സോ ഐ സ്റ്റിൽ ഡ്രീം. ഐ വാണ്ട് ടു മേക്ക് മോർ മണി. അത് പൈസ ഉണ്ടാക്കി നാട്ടിലെ പണക്കാരനായി കാറിൽ ഞെളിഞ്ഞു നടക്കാനോ അങ്ങനെയോ ഒന്നുമല്ല. അതിൽ പകുതി എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് ചെലവാക്കാനാണ്. അതിൻ്റെ നല്ലൊരു ഭാഗം പഠിക്കാൻ ധാരാളം കഴിവുണ്ടായിട്ടും സ്വന്തമായി പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ലാത്ത കുട്ടികളെ സഹായിക്കാനാണ്. യാതൊന്നും തിരിച്ചാഗ്രഹിക്കാതെ, അവരുടെ മുഖം പോലും കാണാതെ. സോ ഈ കഴിഞ്ഞ 2-3 വർഷം ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു ഡു നെക്സ്റ്റ് ഇൻ മൈ ലൈഫ്. പൈസ ഉണ്ടാക്കുക, പകുതി സ്വന്തം ആവശ്യങ്ങൾക്കും ലക്ഷറികൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കുമായി ചിലവഴിക്കുക, ബാക്കിയുള്ളത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. സാധാരണ മനുഷ്യരെക്കാൾ ബുദ്ധിയും ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജവും സെയിൽസ്മാൻഷിപ്പും എനിക്കുണ്ട്. എനിക്കില്ലാതെ പോയത് ഒറ്റ കാര്യമാണ്, ബിസിനസ്സിന് വളരെയധികം ആവശ്യമായ കംപ്ലീറ്റ് 100% ഇമോഷണൽ ഇന്റലിജൻസ്. മുഖം നോക്കാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള സന്നദ്ധത, ബിസിനസ്സിനെ മൂന്നാമതൊരു വ്യക്തിയായി കാണാനുള്ള കഴിവ്. ഐ വാസ് കറക്റ്റിംഗ് മൈസെൽഫ്. കറക്റ്റ് ചെയ്തത് എന്തൊക്കെയാണ്? ഊടായിപ്പാണ്, പറ്റിക്കലാണ് എന്നറിഞ്ഞിട്ടും ഉള്ളിലെ സ്നേഹത്തിന് വേണ്ടിയുള്ള ആ നീഡ് കൊണ്ട് അതിനെല്ലാം നിന്നു കൊടുക്കുന്നത് അവസാനിപ്പിച്ചു. പറയേണ്ട സത്യങ്ങൾ പറയാൻ തുടങ്ങി. മോൻ എവിടെയാണ് എന്ന് സുഖിപ്പിക്കുന്ന വിളികൾ കേൾക്കുമ്പോൾ ഉള്ളിൽ നിറഞ്ഞിരുന്ന സ്നേഹത്തെ അടക്കി പകരം അതിന്റെ പിന്നിലെ ഉദ്ദേശം കാണാൻ തുടങ്ങി. പല കാര്യങ്ങളും വിട്ടുകളയാൻ തുടങ്ങി. ബിഗർ പിക്ചർ കാണാൻ പഠിപ്പിച്ചു സ്വയം. ജോലി സ്ഥലത്തെ എല്ലാ കാര്യങ്ങളും സ്വയം ഏറ്റെടുത്ത് നടത്തിയിരുന്ന രീതി മാറ്റി അത് മറ്റുള്ളവർക്ക് കംപ്ലീറ്റ്ലി ഡെലിഗേറ്റ് ചെയ്യാൻ തുടങ്ങി. ബിസിനസ്സിൽ നിന്ന് എൻ്റെ മേൽ അമിതമായ മാനസിക സ്വാധീനമുള്ളവരെ, എൻ്റെ ചിന്തയിൽ മഷി കലക്കാൻ കഴിവുള്ളവരെ, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഞാൻ ഉന്തിവിട്ടാൽ മാത്രം മുന്നോട്ട് പോകുന്നവരെ, അങ്ങനെയുള്ളവരെ എല്ലാം ഒഴിവാക്കി. കൂട്ടുകാരുമായി ബിസിനസ് തുടങ്ങിയാൽ അവർ കൂടെ ഉണ്ടാകുമ്പോൾ നല്ലതല്ലേ? വിജയ് പറഞ്ഞതുപോലെ പാസം കൂടുമല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരുമായി ബിസിനസ് തുടങ്ങി ബിസിനസ്സും റിലേഷൻഷിപ്പും കുളമാക്കുന്ന പരിപാടികളെല്ലാം അവസാനിപ്പിച്ചു. മറ്റുള്ളവരെ രക്ഷിക്കാൻ സ്വന്തം ഓഫീസിൽ ജോലി കൊടുത്ത് അവസാനം അവരിൽ നിന്ന് തന്നെ ദുഷ്പേര് കേൾക്കുന്നത് നിർത്തി. In short, I am still preparing, in many ways. പകരം I began to focus on business. Will I succeed? Will I make money? Or ഞാൻ പൊട്ടിപ്പാളിസായി പോകും? അറിയില്ല. പേടിയുണ്ടോ? സ്വല്പമുണ്ട്. What will happen? Something will happen. എന്ത് സംഭവിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്, സ്വപ്നങ്ങളില്ലാത്ത മനസ്സുമായി ഇത് തന്നെയാണ് നമ്മുടെ ജീവിതം, ഇത് തന്നെയാണ് നമ്മുടെ ചുറ്റുപാട്, ഇനി സെറ്റിൽഡ് ആയി ഓജസ്സില്ലാതെ ജീവിക്കാം എന്ന് ചിന്തിക്കാൻ, അങ്ങനെ മാറാൻ എനിക്ക് കഴിയില്ല. നിങ്ങളുടെ കാര്യത്തിൽ ഇതെന്താണ്? ഏത് പ്രായമാണ്, ഏത് വയസ്സാണ് നിങ്ങളുടെ ഉള്ളിലെ സ്വപ്നങ്ങൾ മരിച്ചു തുടങ്ങിയ പ്രായം, അല്ലെങ്കിൽ മരിക്കണമെന്ന് മറ്റുള്ളവർ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പ്രായം? ഇനി എത്ര വയസ്സായിട്ടും ഉള്ളിലെ സ്വപ്നങ്ങൾ മരിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചവരാണോ നിങ്ങൾ? വാട്ട്സ് യുവർ ആൻസർ?